ദീനെന്ത് പറഞ്ഞോ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോണില്ല. നമ്മുടെ സാമ്പത്തിക വ്യവഹാരത്തിൽ അള്ളാഹുവിന്റെ ദീൻ എന്താണോ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് ഞാൻ പോണില്ല. അങ്ങനെ ദീന് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം. ഇന്ന് ആളുകൾ ഫത്വ ചോദിക്കുന്നത് എങ്ങനെയാ? അവരുടെ താല്പര്യം നടന്നു കിട്ടാൻ ഏതെങ്കിലും ആള് ഫത്വ തരുമോ എന്ന് ചോദിച്ചിട്ടാ ഫത്വ ചോദിക്കാൻ. എനിക്കിപ്പോ എന്ത് വന്നാലും ലോൺ എടുക്കണം, ആ ലോൺ എടുക്കണ പലിശാധിഷ്ഠിതമായ ലോൺ എടുക്കാൻ ഫത്വ പറഞ്ഞു തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അതിന്റെ പിന്നാലെ നമ്മൾ പോവാം. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ദീനിനെ കിട്ടണം. ഇതാണ് ഇന്ന് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യമനുസരിച്ച് ഞാൻ ജീവിക്കണം എന്നല്ല. അങ്ങനെ വരുമ്പോഴാണ് ആളുകൾ ഫത്വ ചോദിച്ച് വിവരമില്ലാത്ത ആളുകൾ, ഓൺലൈൻ മുഫ്തികൾ പലരുടെയും പിന്നാലെ പോവാണ്. അങ്ങനെ വഴികേടായി പോയി അലല്ലൂ. അവർക്കും പിഴവ് വന്നുപോയി, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്തു പോയി. ആ രീതിയിൽ മാർഗഭ്രംശം സംഭവിക്കുന്നത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് മതം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അള്ളാഹുവിന്റെ ദീൻ എന്ത് പറഞ്ഞോ ആ ദീന് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിലെ സഹോദരിമാർക്ക് ഇന്നൊരു ഡ്യൂട്ടി ഉണ്ട്. അതെന്താ? ഞങ്ങൾക്ക് അല്ലാഹ് നിശ്ചയിച്ചത് മതി എന്ന് പറയാൻ ഇവിടുത്തെ ഉമ്മമാര് സഹോദരിമാര് തയ്യാറാവണം. ഇന്നാ നസ്ബിറു അലൽ ജൂഇ ലാ നസ്തതിഉ അൻ നസ്ബിറ അലൻ നാർ. പണ്ടുകാലത്ത് വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോൾ സ്വാലിഹാത്തുകളായ ഉമ്മമാര് പറയും, എന്താ പറയാ? ഞങ്ങൾ വിശപ്പ് സഹിച്ചോളാം, പക്ഷേ നരകം സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഹലാലായ സമ്പത്തും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. അതായിരുന്നു മുൻഗാമികളായ ആളുകൾ ഭർത്താക്കന്മാര് രാവിലെ ജോലിക്ക് പോകുമ്പോൾ പറയാ. ഇന്ന് അങ്ങനല്ല. വൈകുന്നേരം എവിടുന്നായാലും വേണ്ടില്ല, വൈകുന്നേരം വരുമ്പോ ഞങ്ങളുടെ ആവശ്യം നിറവേറ്റിയിട്ട് ഇങ്ങോട്ട് വരാവൂ. ഹലാലായാലും വേണ്ടില്ല, ഹറാമായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള പൈസയും കൊണ്ടേ വരാവൂ എന്നാണ് ഇന്നത്തെ ആളുകൾ പറയാ. പണ്ടങ്ങനല്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിലും ഹറാമായ ഒരു ചില്ലിക്കാശ് പോലും കൊണ്ടുവരരുത്, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ നാളെ നരകം സഹിക്കാൻ ഞങ്ങൾ തയ്യാറല്ല.